നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണാന്തളി വഴി ഇന്ന് ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത്. അത് ആരാന്നുള്ളത് നമുക്ക് വീഡിയോ വഴി കാണാം. ഇതാണ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ വ്യക്തി. PTM ഹൈസ്കൂളിലെ ഗണിതാധ്യാപികയായിരുന്നു. അതിനുശേഷം അവിടെ തന്നെ ഹെഡ് മിസ്ട്രസ്സായി റിട്ടയർ ചെയ്ത് വീട്ടിലെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എൻ്റെ ഭർത്തൃ സഹോദരി കൂടിയാണ്. അപ്പോൾ വിരമിച്ചതിന് ശേഷം ഞങ്ങൾ ഓപ്പ എന്നാണ് പറയുക. അപ്പോൾ ഓപ്പ അതിന് ശേഷം ചിത്രകലാരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതും പെൻസിൽ ഡ്രോയിങ് ആണ് ഞാൻ കൂടുതലും വരയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായെന്നും എപ്പോഴാണ് ഇത് തുടങ്ങിയത് എന്നും ഓപ്പയുടെ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ അധ്യാപികയായിരുന്ന കാലത്ത് അതായത് മാത്തമാറ്റിക്സ് അധ്യാപികയായിരുന്നു. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ചിരുന്നു എന്നല്ലാതെ മറ്റ് രൂപങ്ങളൊന്നും വരച്ചിരുന്നില്ല. പിന്നീട് റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു ജോലി പ്രത്യേകമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു നോട്ടീസ് മുന്നിൽ കണ്ടപ്പോൾ അതിലൊരു കൃഷ്ണന്റെ രൂപം ഉണ്ടായിരുന്നു. ആ രൂപം എന്നെ വളരെയധികം ആകർഷിച്ചു. അത് എന്തോ ഒരു മനസ്സിനെ വല്ലാതെ ഒരു ഫീൽ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ ചിത്രം ഒന്ന് വരയ്ക്കണം എന്ന് തോന്നി. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി. വരച്ചപ്പോൾ എനിക്കൊരു തൃപ്തിയായി. കണ്ടപ്പോൾ ഏകദേശം ശരിയായി എന്ന് തോന്നി. അതുമുതൽ എനിക്ക് വീണ്ടും ദേവീദേവന്മാരുടെയും പ്രധാനമായിട്ട് കൃഷ്ണന്റെ രൂപങ്ങൾ തന്നെയാണ് വരച്ചിരുന്നത്. അങ്ങനെ വരയ്ക്കാൻ തോന്നി. അപ്പോൾ പല ചിത്രങ്ങളും ഞാനിങ്ങനെ തുടർച്ചയായിട്ട് വരച്ചുകൊണ്ടിരുന്നു. വരയ്ക്കുന്നത് എനിക്ക് വളരെ ഒരു സന്തോഷകരമായിട്ട് തോന്നി. അങ്ങനെ തുടങ്ങിയതാണ് ചിത്രരചന. ഈ വരച്ച ചിത്രങ്ങളില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ചിത്രമാണ്. ആ ചിത്രം വരച്ചത് ഗുരുവായൂർ സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി. ഞാൻ ഓപ്പ വരച്ച ചിത്രങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ കുറെ വ്യക്തികളുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, ദൈവങ്ങളുടെ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പടം എന്ന് പറഞ്ഞു. പിന്നെ വേറെയും ആളുകളുടെ പടമൊക്കെ ഇങ്ങനെ ഓപ്പ പെൻസിൽ ഡ്രോയിങ്ങിൽ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ ഓപ്പ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ആളുകളെ വരയ്ക്കാനാണോ, അതോ പുരാണ കഥാപാത്രങ്ങളാണോ, പ്രകൃതിയാണോ, അതോ ഇങ്ങനെ വസ്തുക്കളാണോ? ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഏതാണ് വരയ്ക്കാൻ പ്രിഫർ ചെയ്യണത്? കൂടുതലായിട്ടും ഞാൻ ദേവി ദേവന്മാരുടെ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. പുരാണ കഥാപാത്രങ്ങൾ. കൃഷ്ണനാണല്ലോ ആദ്യമായിട്ട് വരച്ചെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ രൂപങ്ങള് ചില വ്യക്തികളുടെ ചിത്രങ്ങളും പിന്നീട് വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ കൂടുതൽ എനിക്ക് എപ്പോഴും ദേവിദേവന്മാരുടെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ഇഷ്ടം. പടമൊക്കെ വരയ്ക്കുമ്പോ കുറെ ഫോട്ടോസ് നമ്മൾ കണ്ടു. ഇപ്പൊ ഒരു ഫോട്ടോ ഇപ്പൊ എന്നെ വരയ്ക്കുകയാണെങ്കിൽ എന്റെ ഫോട്ടോ എന്നാണോ വരയ്ക്കാൻ കൂടുതൽ പറ്റുന്നത്, അതോ ആളെ കണ്ടിട്ടാണോ യാഥാർത്ഥ്യത്തിൽ നിന്നാണോ വരയ്ക്കുക? ഫോട്ടോയിൽ നിന്നാണ് ചിത്രങ്ങളൊക്കെ ഇതുവരെ വരച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള വരയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെ. ഇപ്പൊ വരച്ച പടങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഇതില് പടങ്ങള് വരയ്ക്കാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കുന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് മാത്രമാണ് വരയ്ക്കാനിരിക്കുക. ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് കുറച്ച് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് അത് ചെയ്യാൻ സാധിക്കാറില്ല. ബാക്കി പിന്നീട് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് എപ്പോൾ തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോ തീരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഒഴിവ് സമയത്ത് ചെയ്യുന്നതുകൊണ്ട്.
അതുപോലെ തന്നെ ഇപ്പൊ ഈ പടം വരയ്ക്കുമ്പോ നമുക്ക് ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോ കളർ കുറഞ്ഞ് കൂടിയൊക്കെ വേണം. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകതരം പെൻസിലുകള് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ആദ്യം ഞാൻ വീട്ടിലുണ്ടായിരുന്ന സാധാരണ പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ചിരുന്നത്. പിന്നെ ഞാൻ പെൻസിൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് അപ്സര കമ്പനിയുടെ നല്ല കമ്പനിയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പെൻസിലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അത് വ്യത്യസ്ത കളറുകളിലുള്ള ഡാർക്ക്നെസ് കൂടുതലും കുറഞ്ഞതുമായിട്ടുള്ള B1 B2 B12 വരെയുള്ള പെൻസിലുകൾ ഉണ്ടായിരിക്കും ഒരു പാക്കറ്റിൽ. അപ്പോൾ അത് യഥാസമയം ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കും. ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പ്രേരിപ്പിച്ചത് എന്താ? ഈ പെൻസിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കലയാണ്. ഇപ്പൊ വീട്ടുജോലികളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വന്ന് വരയ്ക്കാം. അപ്പോൾ പെൻസിലും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള മാത്രം മറ്റു ഉപകരണങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും. എളുപ്പമാണ്. ഗുരുവായൂരപ്പന്റെ പടം വരച്ചിട്ട് നമ്മള് ഗുരുവായൂർ അമ്പലത്തില് അത് സമർപ്പിച്ചു. അതിനൊരു ഭാഗ്യം നമുക്ക് കിട്ടി. അപ്പൊ അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മൾ വരച്ച പടം എന്ന് പറയുന്നത് ഈ ഗുരുവായൂരപ്പന്റെ പടമായിരുന്നു, അതോ വേറെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ ഇതുപോലെ വരച്ച് സമർപ്പിക്കേണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാ? ആദ്യം സമർപ്പിച്ചത് അതായിരുന്നില്ല. സാമുൽ ഹനുമാന്റെ ഒരു ഫോട്ടോ വരച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹോമിയോ ഡോക്ടർക്ക് സമർപ്പിക്കേണ്ടായി. പിന്നെ ഇവിടെ വേറെ എവിടെയെങ്കിലും കൊടുക്കലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ? ചില ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. പനകൃഷിക്കാവില് ഭഗവതിയുടെ ഫോട്ടോ സമർപ്പിച്ചു. തൃപ്പലമുണ്ട വിഷ്ണു ക്ഷേത്രത്തില് കൃഷ്ണ ഭഗവാന്റെ ഒരു ഫോട്ടോ സമർപ്പിച്ചു. അതിനൊക്കെ നമുക്ക് മനസ്സിലാണ് കൂടുതലും ഇങ്ങനെ പുരാണ കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഹനുമാന്റെ പടം ഒക്കെ കാണുമ്പോ മനസ്സിലാവണത് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണ് ഇപ്പൊ ഇതെല്ലാം കാണുന്നത്, എപ്പോഴെങ്കിലും കളർ ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ട് തോന്നുന്നത്. ഏറ്റവും കംഫർട്ടായിട്ടും എളുപ്പവും സാധനങ്ങളുടെ അവൈലബിലിറ്റി നോക്കുമ്പോ. അപ്പൊ ഇതിങ്ങനെ എന്തായാലും ഇതൊരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് നമുക്ക് ഈ ചിത്രം വരയ്ക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന് മുൻപ് വീട്ടിൽ വേറെ ആരെങ്കിലും ഇതിന്റെ ഈ രംഗത്ത് അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവോ അല്ലെങ്കിൽ വരയുടെ മേഖലയിലോ ഉള്ളവരുണ്ടോ? ഉണ്ട്. എൻ്റെ സഹോദരങ്ങള് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരാണ്. അപ്പൊ ഇനിയിപ്പോ ഈ വരച്ച് നമുക്ക് ഈ ഇപ്പൊ വര തുടങ്ങിയതാണ്. അപ്പൊ ഈ പുതിയതായിട്ട് വരയ്ക്കാനൊക്കെ ടാലന്റ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശം ഓപ്പട വക കൊടുക്കാനായിട്ടുണ്ടോ? ചിത്രരചന എന്ന് മാത്രമല്ല, മറ്റെല്ലാ കലകൾക്കും പ്രായം ഒരു പ്രശ്നമല്ല. ഏത് പ്രായത്തിലും അവനവന് നൈസർഗികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ അത് പുറത്തു വരികയാണ് ചെയ്യുക. അങ്ങനെയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്പോൾ അത് അവനവനിൽ ഉണ്ടോ എന്ന് എല്ലാവർക്കും പരിശോധിച്ച് അതിൽ ഉയർച്ച കണ്ടെത്താൻ സാധിക്കും. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരിലുള്ള നൈസർഗികമായിട്ട് കലാപരമായിട്ടുള്ള കഴിവുകൾ രക്ഷിതാക്കൾ തന്നെ കണ്ടെത്തി അവരെ ആ വഴിയിലേക്ക് തിരിച്ചുവിടണം. ഇന്ന് സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ലഹരിയാണ്. ആ ലഹരിയിൽ ചെന്നെത്താതെ കലാപരമായിട്ടുള്ള ലഹരിയിൽ അവരെ തിരിച്ചുവിടുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ്. പുതിയൊരു തലമുറ അവരെ നൈസർഗികമായ കഴിവുകളെ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വര പോലെയുള്ള അതുപോലെ തന്നെ കലാപരമായ കഴിവുകളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് അത്തരം കാര്യങ്ങളിൽ ലഹരി കണ്ടെത്തുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ കുറെ ദിവസമായിട്ട് വിചാരിക്കുകയാണ് ഓപ്പടെ ഒരു ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ലേസി മോഡോണിലൊക്കെ ആയിരുന്നു. ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.